ഏതിന്റെയാ? ഈ സ്ഥലത്തിന്റെ ആപ്പിൾ ബീച്ച്. പക്ഷെ ഇത്രയും അടിപൊളി സ്ഥലം ഇവിടെ കിടപ്പുന്ന നമ്മള് കൊല്ലം ബീച്ചില് നമ്മൾ ഇതുവഴി പോയിട്ടുണ്ട്, പക്ഷെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ല. അടിപൊളി ഒരു ബീച്ചല്ലേ, പിന്നെ കുളിക്കാനും അതുപോലെ തന്നെ ഒരു ദിവസം രാവിലെ വന്നാൽ വൈകിട്ട് വരെ ചെലവഴിക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ടെന്നുള്ള ഒരു നല്ല ക്ലൈമറ്റ്. ആ ക്ലൈമറ്റാണ് അടിപൊളി അല്ലേ? ഒരു എന്തുവാ, ഒരു മഞ്ഞുകാലം പോലെയും ഒരു മഴക്കാലം പോലെയൊക്കെ ഉള്ളൊരു ക്ലൈമറ്റാണ്. നല്ല സുഖകരമായ കാലാവസ്ഥ. എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഇഷ്ടംപോലെ ഫാമിലീസ് ഉണ്ട്. അതിൽ കാർ കിടക്കുന്ന കണ്ടില്ലേ? എന്തൊരു കാറാണ്! ദൂരെ നിന്നൊക്കെയാണ് വണ്ടികളാണ് കിടക്കുന്നത്. കൂടുതൽ ഇടങ്ങളില്ല, തിരുവനന്തപുരം, തമിഴ്നാട്, കോട്ടയം, എറണാകുളം, നോട്ടെ പല പല സ്ഥലത്തുണ്ട്. പിന്നെ കോട്ടയം വണ്ടിയാണ് കിടപ്പുണ്ട്. ആന്ധ്രാപ്രദേശോ? ദൈവമേ, കന്യാകുമാരി വന്നേയിരിക്കും അത് ഞാൻ വെച്ച് ഇവിടം വരെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇറങ്ങി അങ്ങോട്ട് പോയപ്പോഴല്ലേ ക്ലൈമറ്റ്. സത്യം പറഞ്ഞാല് കേരളത്തിലുള്ളവർക്ക് യാത്രയുടെ സമയം അറിയത്തില്ല. യഥാർത്ഥത്തിൽ ഈ സമയത്ത് മഴക്കാലത്താണ് യാത്ര ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാല് ചെറിയ പൊടി മഴ വീണപ്പോ ചൂടില്ല. മഴ ഇടയ്ക്കിടയ്ക്കൊന്ന് പെയ്യുമെന്നുള്ളതേ ഉള്ളൂ. പാനിപ്പൂരി ഉണ്ടായിരുന്നു. പാനിപ്പൂരി കഴിച്ചാലും പാനിപ്പൂരി ഇവിടെ ഉണ്ടായിരുന്നു. ശരിയായിരുന്നു. മാറി കഴിക്കാം. ഉപ്പിലിട്ട മാങ്ങ അടിപൊളി. ഉപ്പിലിട്ട മാങ്ങയുടെ രുചി. ക്യാരറ്റിനൊക്കെ എന്ത് ടേസ്റ്റ് ഉപ്പിലിട്ട്. പൈനാപ്പിള് സൂര്യാസ്തമയത്തിന് കൊടുക്കണം കാശ്. അത് ഈ ഒരു സൈഡില് കായല്, ഒരു സൈഡില് സൂര്യാസ്തമയം എന്ന് കണ്ടേച്ചു അല്ലേ? അപ്പുറത്ത് കായല്, അത് തന്നെ. അപ്പുറത്ത് കായലും അങ്ങോട്ട് നോക്കിയാ കാണുന്നത് കായല്. വലതുവശത്ത് കായല്, ഇടതുവശത്ത് കടല്. തെങ്ങ് നിക്കുന്നുണ്ടോ അമ്മേ? തെങ്ങ് കണ്ടോ? കാറ്റിന്റെ പവറാ. ചരിഞ്ഞായിരിക്കുന്നു കാറ്റ്. എത്ര പവറുള്ള കാറ്റാ! ആ സൂര്യാസ്തമയം കണ്ടോ? മാങ്ങയൊക്കെ പറന്നു വെടിക്കെട്ട് സൂര്യാസ്തമയം കേട്ടോ. അപ്പുറത്ത് കായല. ഈ സൂര്യാസ്തമയത്തിന് കൊടുക്കണം കാശ് കേട്ടോ. ബെഞ്ചൊക്കെ ഉണ്ട് ഇവിടെ, ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ ഉണ്ട്. രാവിലെ വരണം. പക്ഷെ രാവിലെ വരണം. നമ്മളിപ്പോ വന്ന സമയം വൈകുന്നേരം ആയതുകൊണ്ടാ. രാവിലെ വരണം. രാവിലെ ഒരുപാട് രാവിലെ വന്നിട്ടും കാര്യമില്ല. ഒരു 12-1 മണിയൊക്കെ ആകുമ്പോൾ ഊണ് സമയമാകുമ്പോൾ വരുമ്പോൾ ഇച്ചിരി ഊണ് പൊതിയൊക്കെ ആയിട്ട് വരണം. എന്നിട്ട് വൈകിട്ട് ഒരു 6 മണി 7 മണി വരെ ഇവിടെ ഇരുന്ന് ആ ഊണൊക്കെ കഴിച്ച് പിന്നെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോകണം. നല്ല റോഡ് ഈ കായലിന്റെ കടലിന്റെ ഇടയ്ക്കുള്ള റോഡെന്ന് പറയുന്നതും ഒരു ഭംഗിയാണ്. സത്യത്തിൽ ഈ മൺസൂൺ, ഈ മഴക്കാലത്ത് വേണം നമ്മൾ ഈ യാത്ര യഥാർത്ഥത്തിൽ പോകാനുള്ളതെന്ന് എനിക്ക് അഭിപ്രായം. കാര്യം എന്താ അറിയാവോ? ഒന്നും ചൂടില്ല, നല്ല കാലാവസ്ഥ, ഇടയ്ക്ക് ഇച്ചിരി ചെറിയ കാര്യമായിട്ട് മഴ പെയ്ത ആ മഴ യാത്രയ്ക്ക് രസമുണ്ട് അല്ലേ? ഈ മഴ സമയത്ത് ചൂടുള്ള ഭക്ഷണം കഴിക്കാൻ വളരെ, അത് ശരിയാ. നല്ല കട്ടൻ ചായയും പരിപ്പ് വടയൊക്കെ കഴിക്കാൻ പറ്റിയ സമയം ഇതാ. നല്ല ചൂട് ദോശ. മറ്റേ നമ്മൾ ചൂട് സമയത്ത് ഇത്ര ആസ്വദിക്കത്തില്ല. മഴ പരിപ്പ് വട കട്ടൻ ചായ അങ്ങനെ ഉണ്ടോ? അതെ അതെ. ജോൺസൺ മാഷിന്റെ പാട്ട്. ജോൺസൺ മാഷിന്റെ പാട്ടൂടെ. ജോൺസൺ മാഷിന്റെ ഒരു പാട്ടെന്ന് പറഞ്ഞേ. ഒരു പാട്ടുണ്ട്. നമ്മൾ ഈയിടെ കക്ഷി തന്നെ ഒരു പാടിയ പാട്ട് ഒരുപാട് റീൽസ് ആയിട്ടുണ്ടായിരുന്നു. അതുണ്ട്. ഞാൻ പെട്ടെന്ന് ചോദിച്ചാ പാട്ട് ഓർമ്മയുണ്ട്, വരികൾ കിട്ടുക. റീൽസുകളെ പാട്ടെന്ന് പറഞ്ഞു അത് കൊല്ലത്തുനിന്ന് കൊല്ലം വന്നിട്ട് കാപ്പിൽ ബീച്ച് നോക്കണം അല്ലയോ? എന്നിട്ട് അല്ലെ തിരുവനന്തപുരത്തു നിന്ന് വരുന്നവർക്ക് വർക്കല കഴിയുമ്പം കാപ്പിൽ ബീച്ച് മാപ്പിട്ട് വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ദൂരെ നിന്നുള്ള ആളുകളൊക്കെ വരുന്ന ഒരു സമയം ഇവിടെ കേട്ടോ.
അപകടത്തിൽ പറ്റി നമ്മൾ ഇങ്ങോട്ടായിട്ട് ഈ വന്നതല്ലാത്തതുകൊണ്ടാണ്. റോഡ് വഴി വന്നിട്ടുണ്ടെങ്കിലും ഈ ഇത്രയും ഇതുണ്ടെന്ന് അവിടെ തിരിഞ്ഞു വരുമ്പോ ശ്രദ്ധിച്ചിട്ടില്ല. അവിടെ ഈ റോഡ് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ ആ ഉള്ളിലോട്ട് ആ കായലിൽ ഇങ്ങനെ ഇറങ്ങാൻ പറ്റുമെന്നുള്ളത് അറിയുന്നില്ല. ആഴമില്ലാത്ത അങ്ങൊന്നും ഇങ്ങനെ കുളിയും ഇതൊന്നും ഉള്ളതായിട്ട് കണ്ടിട്ടില്ല. ചിലപ്പോ കക്ക വാരുന്നവരൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത്രേ ആഴമുള്ളൂന്നൊന്നും ഞാൻ അറിയുന്നില്ല. കൊച്ചു പിള്ളേരൊക്കെ ഇറങ്ങി, അത് കൊച്ചു കുട്ടികളൊക്കെ ഇറങ്ങിന്ന് പന്ത് കളിക്കുന്നവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു. അത് ഞാൻ നോക്കിയപ്പോഴേ രണ്ട് സ്ത്രീകൾ മാത്രം ഇരുന്ന് ബനാന ബോട്ട് പോലത്തെ ആ ബോട്ട് തുഴഞ്ഞു പോണു. അപ്പൊ ഞാൻ ചോദിച്ചു, അയ്യോ ആദ്യം കണ്ടപ്പോ ഇവരെന്ത് ധൈര്യത്തിലായി പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരാൾ നടന്നു പോകുന്ന അരവൊക്കെ വെള്ളമേ ഉള്ളൂ. ആ ധൈര്യത്തില് മറിഞ്ഞു വീണാൽ എത്രയല്ലേ ഉണ്ടാവുള്ളൂ. ലൈഫ് ജാക്കറ്റ് ഇട്ടായിരിക്കുന്നത് മറിഞ്ഞു വീണാലും മുങ്ങിപ്പോത്തില്ല. മുങ്ങത്തില്ല. എന്താ ആ മുങ്ങില്ല, മറിഞ്ഞാലും അരപ്പൊക്കം വെള്ളമേ ഉള്ളൂ. പെട്ടെന്ന് നീക്കാൻ പറ്റും. ആ ധൈര്യത്തിൽ അവര് പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ പോകുന്നു. ഞാൻ തീരദേശപാത ബീച്ച് റോഡ് വേറെ വഴി പോവാം. ഇവിടെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കിടക്കും. പിന്നെ കൊല്ലം തന്നെ നമ്മൾ ഇപ്പൊ തന്നെ ഇതിനെ കുറിച്ച് കാപ്പിൽ ബീച്ച് എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഇത്ര ഇതാണെന്ന് അറിയില്ല. വർക്കലയിലെ കാപ്പിൽ ബീച്ചാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വളരെ സുഖമായിട്ട് വെള്ളത്തിൽ സമയം ചെലവഴിക്കാനും കായലും കടലിൻ്റെയും ഇടയ്ക്കുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നല്ല ശുദ്ധമായ വെള്ളമാണ്. കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും എല്ലാവർക്കും വലിയ ആഴപ്പരപ്പില്ലാതെ വെള്ളത്തിലിറങ്ങി കുളിക്കുന്നതിനും അതുപോലെ തന്നെ സമയം ചെലവഴിക്കുന്നതിനും ഏറ്റവും അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കാപ്പിൽ ബീച്ച്. വർക്കല കാപ്പിൽ ബീച്ച് എന്ന് പറയും. വർക്കല ബീച്ചിനും കൊല്ലം ബീച്ചിനും ഇടയ്ക്കുള്ള അതിമനോഹരമായിട്ടുള്ള, ഇവിടെ കായലാണെങ്കിൽ നേരെ അപ്പുറത്ത് കടലാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ കടൽ കാണത്തില്ല. അപ്പുറത്ത് കടലും നേരെ ഇപ്പുറത്ത് കായലും വന്നു ചേരുന്ന സ്ഥലം. നല്ല ശുദ്ധമായ ജലമായതുകൊണ്ട് ഇറങ്ങി കുളിക്കുന്നതിനും ഒക്കെ അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ആ മഴയുടെ അന്തരീക്ഷവും നല്ല ശുദ്ധജലമാണ്. വെള്ളത്തിൽ അടിവശമൊക്കെ കാണാം. പക്ഷേ 1-2 പ്ലാസ്റ്റിക് ചാക്കുകളൊക്കെ ആരൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. ഫുഡ് കഴിച്ച വേസ്റ്റ് പ്ലേറ്റുകളൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് പേര് വെള്ളത്തിലിങ്ങനെ നീന്തി കളിക്കുന്നുണ്ട്. ഒരുപാട് പ്രായമുള്ളവരുണ്ട്, കൊച്ചു കുട്ടികളുണ്ട്, സ്ത്രീജനങ്ങളുണ്ട്. സ്വന്തമായിട്ട് കുട്ടികൾക്ക് ബോട്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് പോകാനൊക്കെയുള്ള നല്ല സംവിധാനമൊക്കെയുള്ള ഒരുപാട് നേരം കുട്ടികളുമായിട്ട് വന്ന് സമയം ചെലവഴിക്കാൻ ഏറ്റവും നല്ല ഒരു ചെറിയ കായൽ പ്രദേശമാണ് കാപ്പിൽ ബീച്ച്. അവിടെ പറഞ്ഞോണ്ടിരിക്കുക, നമ്മളിവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞു.